യെസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു പുതിയ മന്ത്ലി സീരീസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബുധനാഴ്ച ദിവസം പണ്ടത്തെയൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉള്ള ദിവസം. ഇന്നലെ നമ്മൾ കണ്ടു ഇന്ത്യൻ IT കമ്പനീസിൽ വലിയ തോതിലുള്ളൊരു ഇടിവ്. ഇന്നലെ മാത്രം 1 ലക്ഷം മാർക്കറ്റ് ക്യാപ്പാണ് ഇന്ത്യൻ IT കമ്പനീസിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയിപ്പോയിട്ടുള്ളത്. ഇന്ത്യൻ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്ലൂ ചിപ്പ് കമ്പനീസാണ് TCS, ഇൻഫോസിസും എല്ലാം തുടങ്ങിയ കമ്പനീസ്. ആ കമ്പനീസാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ലോയിലായിട്ട്. വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ സ്റ്റോക്കുകൾ സ്ഥിരമായിട്ട് 52 വീക്ക് ലോയിലും ഇടിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് വീണ്ടും ആ ഒരു അവസ്ഥയാണ്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US, യൂറോപ്യൻ മാർക്കറ്റിൽ സ്ഥിതിഗതികൾ കുറച്ച് പോസിറ്റീവായിട്ടുണ്ട്. ആദ്യം നമുക്കത് കണ്ടുവരാം. ഏറ്റവും താഴെ US വിക്സ് ഒന്ന് ക്രാഷ് ചെയ്തു. നാസ്ഡാക്ക് 200 പോയിന്റ്, ഡോ 370 പോയിന്റിൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. എന്നാലും ഫർദറായിട്ട് ഇടിവ് രേഖപ്പെടുത്തിയില്ല. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ഏഷ്യൻ മാർക്കറ്റും നിക്കി, കോസ്പി, ജപ്പാൻ, കൊറിയ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിലാണ്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $39 ഉയർന്നു, ബിറ്റ്കോയിൻ $1800 ഉയർന്നു. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പ്ലസ്സിലാണ്. ഇതാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മളുടെ IT കമ്പനീസിൻ്റെ US പ്രകടനം. വിപ്രോ, ഇൻഫോസിസും ഇടിഞ്ഞിരുന്നു, എന്നാൽ എക്സലൻ്റ് അവേഴ്സിൽ തിരിച്ച് കയറി. ഇത് US IT കമ്പനീസാണ്. ഏറ്റവും താഴെ കാണാം നെറ്റ്ഫ്ലിക്സും ഇൻ്റലും ടെസ്ലയും എല്ലാം തന്നെ ശക്തമായിട്ട് തിരിച്ച് വരവ് നടത്തിയിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. കൂടാതെ നമുക്ക് ഇനി ഈ ഒരാഴ്ച പ്രധാനമായിട്ടും ഉള്ള ഈവൻറ്റുകൾ GDP ഡേറ്റ വരുന്നുണ്ട്. ഈ ഒരാഴ്ച ഉള്ള US നിന്നുള്ള GDP ഡേറ്റ ഉണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള GDP ഡേറ്റ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ. കൂടാതെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റുകൾ പ്രതിദിനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൺഫ്യൂസ്ഡാണ്. അവിടെയും ട്രംപും സുപ്രീം കോടതിയും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിവേ അത് നമുക്കത് കീനായിട്ട് വാച്ച് ചെയ്യാം. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ GDP ഡേറ്റ വെള്ളിയാഴ്ച ദിവസം വരും. അതുപോലെ തന്നെ USലെയും GDP ഡേറ്റ ഉണ്ട്, അതും വെള്ളിയാഴ്ച ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം വളരെയധികം നിർണായകമാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷനൊന്നുമല്ല. ആദ്യം നമുക്ക് ആർവീനിലാണ്. ആർവീനിൽ 270 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ബ്രാജ് അയൺ സ്റ്റീൽ കമ്പനി 1.5 ലാക്ക് ടൺ പെർ ആനം കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ പ്ലാന്റ് 35 കോടി രൂപ മുടക്കി അവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സ്കാഫേഴ്സ് ഇന്ത്യ കമ്പനി 240 നിന്ന് 320 പ്രോഫിറ്റ് ഉയർത്തി. എക്സൈഡ് ഇൻഡസ്ട്രീസ് കമ്പനി എക്സൈഡ് എനർജി സൊല്യൂഷനിൽ 4352 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം നടത്തി. ഫർദർ പുതിയതായിട്ട് ഒരു 100 കോടിയാണ് നടത്തിയത്. 100 കോടി നടത്തി 4352 മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഹിൻഡൽകോ ഇവർ നോവൽസായിട്ട് ഒരു $200 മില്യൺ ഒരു സബ്സ്ക്രിപ്ഷൻ കരാറിൽ ഏർപ്പെട്ടു. വാരിയസ് എനർജി കമ്പനി ഗുജറാത്തിൽ പുതിയ പ്ലാന്റ്, വിൻഡ് പവർ പ്ലാന്റ് അവർ നിർമ്മിക്കുകയാണ്. 300 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ളത്. അതിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. സംഹി ഹോട്ടൽ കമ്പനി അവർ മാരിയറ്റ് ഹോട്ടലായിട്ട് നേവി മുംബൈയിൽ ഒരു പുതിയ 2 ഹോട്ടൽ ബിസിനസ് റൺ ചെയ്യാനായിട്ട് തീരുമാനമായി. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. പുതിയ മെഡിസിന് USലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. HG ഇൻഫ്ര കമ്പനി ഇവർ 150 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ബയോകോൺ മറ്റൊരു ഫാർമ കമ്പനിയാണ്. മെഡിസിന് അംഗീകാരം ലഭിച്ചു USലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന്. എക്സാവെയർ ടെക് കമ്പനി ആമസോൺ വെബ് സീരീസായിട്ട് കമ്പനി ഇവരുടെ പാർട്ണർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. വൈകിട്ട് കാണാം നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.